രാഹുൽ ഗാന്ധി or നരേന്ദ്ര മോദി? Narendra Modi. എന്തുകൊണ്ട് നരേന്ദ്ര മോദി? Because basically he has a sense like about what he is saying right now. രാഹുൽ ഗാന്ധി. എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി? അതാണ് ഇഷ്ടം. അത്രേ ഉള്ളു. അവിടെ രാഷ്ട്രീയമില്ല നരേന്ദ്രമോദിക്ക്. ജനങ്ങളാണ് വലുതെന്നുള്ളതാണ്. രാഷ്ട്രം വലുത്, ജനങ്ങൾ വലുത് എന്നുള്ള രീതിയിലാണ്. ഉടൻ തന്നെ നമ്മുടെ കേരളം BJP ഭരിക്കും. രാഹുൽ ഗാന്ധി. എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി? എനിക്ക് ജാതി പറഞ്ഞ് വോട്ട് മേടിക്കുന്ന ഇഷ്ടമല്ല. ഒരു രൂപ പോലും അഴിമതിയില്ലാത്ത സർക്കാർ എന്ന് പറയുന്നത് BJP സർക്കാരാണ്. നരേന്ദ്രമോദി. എന്തുകൊണ്ട് നരേന്ദ്ര മോദി? എന്തുകൊണ്ടെന്ന് ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. ലോക നേതാവാണ് ഞങ്ങളുടെ നേതാവെന്ന് പറയുന്നത്. ലോകം അംഗീകരിച്ചൊരു നേതാവാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് രാഹുൽ ഗാന്ധിനെ അതിനകത്ത് കൊണ്ടുവരേണ്ട കാര്യം എന്തിരിക്കുന്നു? പാൽപ്പായസം ഉണ്ടാക്കി വെച്ചിട്ട് റോട്ടിൽ ഒഴിച്ചു കൊടുത്താൽ നമ്മൾ കഴിക്കില്ലല്ലോ. ബേസിക്കലി പ്രത്യേകിച്ചൊന്നുമല്ല. നരേന്ദ്രമോദി ഉള്ള സമയത്ത് നമുക്ക് നമ്മുടെ കൺട്രിയുടെ പ്രൊട്ടക്ഷൻ നമുക്ക് സേഫ് ആണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. വേറെ ഒന്നുമില്ല. രാഹുൽ ഗാന്ധി or നരേന്ദ്ര മോദി? Naraendra Modi. എന്തുകൊണ്ട് നരേന്ദ്ര മോദി? Because basically he has a sense like about what he is saying right now, and there are biased opinion about him, but still our country's safety is kind of safe in his hands, so that's why Narendra Modi. മലയാളത്തിൽ കൂടി പറഞ്ഞു, നമ്മൾ മലയാളം പിള്ളേരാ. ബേസിക്കലി പ്രത്യേകിച്ചൊന്നുമല്ല. നരേന്ദ്ര മോദി ഉള്ള സമയത്ത് നമുക്ക് നമ്മുടെ കൺട്രിയുടെ പ്രൊട്ടക്ഷൻ നമുക്ക് സേഫ് ആണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. വേറെ ഒന്നുമില്ല. പുള്ളിക്ക് പല സേഫ്റ്റി ഫീൽ ഉണ്ട്. പുള്ളിക്ക് പല ഒപ്പീനിയൻ ഉണ്ട്. പല ഐ മീൻ ലൈക്ക് പുള്ളിയുടെ പൊളിറ്റിക്സ് അറിയാം. ഒരു ബയസ്ഡ് പൊളിറ്റിക്സ് ആണ്. ബട്ട് സ്റ്റിൽ രാഷ്ട്രം എന്നുള്ള സംഭവം അത്യാവശ്യം പുള്ളി നമുക്ക് പറയാം, നമുക്ക് ഉണ്ട്, എല്ലാവരോടും ഒരുമിച്ച് ഉണ്ട്. അങ്ങനത്തെ ഒരു ഫീല് പലവർക്കും പല ഒപ്പീനിയൻ. ഇപ്പം കേരളത്തിൽ വേറെ ഒപ്പീനിയൻ, ഗുജറാത്തിൽ വേറെ ഒപ്പീനിയൻ. പക്ഷെ നമുക്കൊരു സേഫ്റ്റി ഫീൽ. എനിക്ക് പേഴ്സണലി സേഫ്റ്റി എന്നുള്ള നിലയിൽ എനിക്ക് നരേന്ദ്രമോദി ഹാപ്പിയാണ്. വേറെ സെറ്റ്. നരേന്ദ്രമോദി. എന്തുകൊണ്ട് നരേന്ദ്ര മോദി? എന്തുകൊണ്ടെന്ന് ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. ലോക നേതാവാണ് ഞങ്ങളുടെ നേതാവെന്ന് പറയുന്നത്. ലോകം അംഗീകരിച്ചൊരു നേതാവാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് രാഹുൽ ഗാന്ധിനെ അതിനകത്ത് കൊണ്ടുവരേണ്ട കാര്യം എന്തിരിക്കുന്നു? രാഹുൽ ഗാന്ധി. എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി? അതാണ് ഇഷ്ടം. അത്രേ ഉള്ളു. ഓക്കെ. ഓഫ് കോഴ്സ് നരേന്ദ്രമോദി. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? രാജ്യം ഭരിക്കാൻ ധീരനായിട്ടുള്ള നേതാവ് തന്നെ വേണ്ടേ. രാഹുൽ ഗാന്ധിയുടെ ഒരു കുറച്ച് ഭാഗങ്ങൾ മാത്രം എടുത്ത് നോക്കിയാൽ മതി എന്താണ് അയാൾ കാണിച്ചു വിട്ടത് എന്നുള്ളത്. അപ്പോൾ ഉറപ്പായിട്ടും പിന്നെ മോദിജി ഇപ്പം നമ്മളെ ഭാരതത്തിനെ എന്താണ് ലോകത്തിൻ്റെ മുമ്പിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അതെല്ലാം ആഗ്രഹിക്കുന്നത്. ഉറപ്പായിട്ടും നരേന്ദ്രമോദി. യെസ്, നരേന്ദ്രമോദി. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ? നരേന്ദ്രമോദിയാണല്ലോ നമ്മുടെ രാജ്യത്തിന് ഇത്രയും വലിയ പ്രശസ്തിയിൽ എത്തിച്ച ഒരു നേതാവല്ലേ. ഏറ്റവും നല്ല നേതാവ് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു നേതാവാണ് നമ്മുടെ മോദിജി. ഇത്തവണ ഇലക്ഷൻ സമയത്ത് BJP ഇവിടെ എത്രത്തോളം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്നാണ്? നല്ല പ്രകടനം കാഴ്ചവെക്കും. കാര്യം അതിൻ്റെയൊക്കെ അല്ല, ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ ദിവസം നടന്ന തെരഞ്ഞെടുപ്പിനെ പറ്റി നമുക്കറിയാമല്ലോ. തീർച്ചയായിട്ടും അതിൻ്റെയൊക്കെ രീതിയിൽ നമ്മുടെ കേരളത്തിലും ഒത്തിരി മാറ്റങ്ങളുണ്ടാവും. ഉടൻ തന്നെ നമ്മുടെ കേരളം BJP ഭരിക്കും. അതൊക്കെയാണ് ഞങ്ങളുടെ വിശ്വാസം. അത് തന്നെയാവും. നരേന്ദ്രമോദി നടപ്പാക്കാൻ കഴിയുന്നത് പറയൂ, അതനുസരിച്ച് പ്രവർത്തിക്കുന്നു. എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്തു കൊടുക്കും. ഇപ്പോൾ വിദേശത്ത് തന്നെ ഒരുപടി ആളുകളെ നമ്മൾ കൊണ്ടുവന്നു. ഏത് ഉഗാണ്ടയിൽ നടക്കം യുദ്ധരംഗത്തൊക്കെ കഷ്ടപ്പെട്ട നമ്മുടെ വിദ്യാർത്ഥികളടക്കം മെഡിക്കൽ വിദ്യാർത്ഥികളെ കൊണ്ടുവന്നു. റഷ്യ യുക്രൈൻ വാർ. ഇന്ന് ലോക പോലീസായ അമേരിക്കക്ക് പോലും നിൽക്കക്കളില്ലാത്തൊരവസ്ഥയാണ്. ഭാരതത്തെക്കുറിച്ചാണ് അങ്ങോട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയും ടോപ്പിലേക്ക് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ രാഷ്ട്രീയമില്ല നരേന്ദ്രമോദിക്ക്. ജനങ്ങളാണ് വലുതെന്നുള്ളതാണ്. രാഷ്ട്രം വലുത്, ജനങ്ങൾ വലുത് എന്നുള്ള രീതിയിലാണ്. രാഹുൽ ഗാന്ധി. എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി? എനിക്ക് ജാതി പറഞ്ഞ് വോട്ട് മേടിക്കുന്ന ഇഷ്ടമല്ല. അത് തന്നെ. പിന്നെ നരേന്ദ്രമോദി വർഗീയത അതായിരിക്കാം. ചിലപ്പോൾ നല്ലത് ചെയ്താലും അതിൽ വർഗീയത ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെടില്ല. അവസാനം ഒരു ജാതി പുള്ളി കൊണ്ടുവരുന്നുണ്ട്. അതായത് ഇപ്പം എന്തിൻ്റെയും അവസാനം എന്തിൽ പുള്ളി ജാതി പറയുന്നുണ്ട്. അത് മാത്രമാണ് നരേന്ദ്രമോദിയിൽ നമ്മൾ. അതായത് പാൽപ്പായസം ഉണ്ടാക്കി വെച്ചിട്ട് റോട്ടിൽ ഒഴിച്ചു കൊടുത്താൽ നമ്മൾ കഴിക്കില്ലല്ലോ. നല്ലത് ചെയ്യുന്നുണ്ട്, പക്ഷെ എല്ലാത്തിനും ഒരു വർഗീയത പുരട്ടി കൊടുക്കുന്നുണ്ട്. വർഗീയത ഇല്ലാത്ത ഏത് പാർട്ടിയാണ് ഉള്ളത്? വർഗീയത ഇല്ലാത്ത പാർട്ടി ഞാൻ പറഞ്ഞില്ല. ആര് പറയുന്നത് തെറ്റ് ശരി ഇല്ലാത്തതല്ല. ആര് കൂടുതൽ തെറ്റ് ചെയ്യുന്നു, ആര് കുറച്ച് തെറ്റ് ചെയ്യുന്നു, എവിടെയാണ് കൂടുതൽ തിരുത്തി കൊടുക്കേണ്ടത്. കൂടുതൽ തിരുത്താൻ നമുക്ക് കുറ്റം പറ്റില്ലല്ലോ. കുറച്ച് തിരുത്തി കൊടുക്കണമെങ്കിൽ കുഴപ്പമില്ല. അത്രേ ഉള്ളൂ. എല്ലായിടത്തും തെറ്റ് ശരിയുണ്ട്. തെറ്റിൻ്റെ അളവ് നമുക്ക് എവിടെ കൂടുതൽ തോന്നുന്നു അവിടെ നമ്മൾ മാറിയൊക്കെ ശ്രമിക്കും.
ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പിണറായി വിജയനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കഫി അണിഞ്ഞ് ഒരു വിഭാഗത്തെ മാത്രം പ്രീണിപ്പിക്കുന്നു, ബാക്കിയുള്ള ശബരിമലയിൽ ഇത്തരം പ്രശ്നങ്ങൾ നടക്കുന്നു. മാത്രമല്ല ഇപ്പോൾ നമ്മുടെ കോൺഗ്രസ് ആണെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ളപ്പോൾ ഒരാളെ മാത്രം അങ്ങനെ പറയുന്നത് ശരിയാണ്? ഒരാളെ മാത്രം പറഞ്ഞത് ശരിയല്ല, വർഗീയത ആര് പറഞ്ഞാലും ശരിയല്ല. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് എന്ന് ഞാൻ പറയുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിലും കോൺഗ്രസിൻ്റെ ആൾക്കാരാണെങ്കിലും കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എല്ലാം പേര് വെച്ച് വിളിക്കുന്നു. ഒരു വലതുപക്ഷം അല്ലെങ്കിൽ ഇടതുപക്ഷം അല്ലെങ്കിൽ ഇപ്പോൾ BJP ആണെങ്കിലും വർഗീയത സൈഡ് പിടിക്കുന്നുണ്ടാകും. കാരണം അവർക്ക് ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി ചെയ്തോട്ടെ. കാരണം ന്യൂനപക്ഷമുണ്ട്, ഭൂരിപക്ഷമുണ്ട്, ജാതി വോട്ടുണ്ട്, മത വോട്ടുണ്ട്, എല്ലാം കൂടി. അതായത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നുള്ളതാണല്ലോ. അപ്പോൾ എല്ലാത്തിനും അംഗീകരിക്കണം, ഒന്നിനും തുടച്ചു വെക്കാൻ പറ്റില്ല. പക്ഷേ ഒന്നിൻ്റെ മേലിൽ മറ്റൊന്നിനെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതായിട്ട് തോന്നിയത് BJP അല്ലെങ്കിൽ കാവ്യവൽക്കരണം തന്നെയായിരിക്കും. കാരണം ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ജമാഅത്തെ ഇസ്ലാമിനെ സപ്പോർട്ട് ചെയ്യുന്നെന്നും പറഞ്ഞ് ബാക്കി ആളുകളിലേക്ക് അവരുടെ ഇത് അടിച്ചേൽപ്പിക്കുന്നതായിട്ട് ബാക്കി പാർട്ടികൾ ചെയ്യുന്നവരെനിക്ക് തോന്നിയിട്ടില്ല. അവർക്ക് നേട്ടത്തിന് വേണ്ടിയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാം. പക്ഷേ അവരിൽ ഒരാളായിട്ട് നിന്നിട്ട്, അതായത് ഇപ്പം ഞാനൊരു ഹിന്ദുത്വവാദി ആയിട്ട് ഞാൻ പറയുന്നില്ല, അവർക്ക് നേട്ടത്തിന് വേണ്ടി ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. അല്ലാതെ മൊത്തം കാവ്യവൽക്കരിക്കാനോ അല്ലെങ്കിൽ മൊത്തം ഇസ്ലാമിലേക്കിരിക്കാനോ അല്ലെങ്കിൽ മൊത്തം ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലേക്ക് മാറ്റുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നരേന്ദ്രമോദി. എന്തുകൊണ്ട് നരേന്ദ്രമോദി എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ വികസനം, നരേന്ദ്രമോദി 2014 ശേഷം ഇവിടെ വികസനം കൊണ്ടുവന്നതും മാറ്റങ്ങൾ കൊണ്ടുവന്നതൊക്കെ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ്. അതിനു മുമ്പുള്ള സർക്കാർ എന്ന് പറഞ്ഞാൽ അഴിമതി സർക്കാരായിരുന്നു. 1 രൂപ പോലും അഴിമതിയില്ലാത്ത സർക്കാർ എന്ന് പറയുന്നത് BJP സർക്കാരാണ്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. നരേന്ദ്രമോദി. എന്തുകൊണ്ട് നരേന്ദ്രമോദി? ഇപ്പോൾ ഈ ആദ്യം പറഞ്ഞ പോലെ തന്നെ അടിസ്ഥാന വികസനം വളരെ സമഗ്രമായിട്ട് നടക്കേണ്ടുന്ന ഒരു കാര്യമാണ്. കേരളത്തിൽ എവിടെയും അത് നടക്കുന്നില്ല. അതേസമയം BJP ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ വളരെ നല്ല രീതിയിൽ അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെല്ലാ വാർത്തകളിലൂടെ അറിയുന്നുമുണ്ട്. അതുതന്നെ നമ്മുടെ കേരളത്തിലും വരണം. അതുകൊണ്ട് നരേന്ദ്രമോദി. അതിന് ഒരു സംശയമില്ല, നരേന്ദ്രമോദി. എന്തുകൊണ്ട് നരേന്ദ്രമോദി ഇത്രയും വികസനങ്ങൾ കേരളം ഇന്ത്യ ഇത്രയും സ്വാതന്ത്ര്യം കിട്ടിയിട്ട് വികസനങ്ങൾ എന്താ ഉള്ളതായിട്ടുള്ളത്? ഈ 11 വർഷം കൊണ്ടുള്ള വികസനം എന്ന് പറഞ്ഞാൽ അതിഭയങ്കര വികസനമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ കാര്യം, അതിൽക്കുള്ള വേറൊന്നും പറയാനില്ല. വേറെ ആരും ചെയ്തിട്ടുണ്ട് ഇതേപോലെ ഇത്രയും വലിയൊരു കാര്യം ആരെ കൊണ്ടും ഇങ്ങനെ ചെയ്യാൻ, ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി കൊണ്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്? ഇന്ത്യ ഭരിച്ചില്ല, ആരെ കൊണ്ടും ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് നരേന്ദ്രമോദി തന്നെ ഏറ്റവും മെച്ചപ്പെട്ട നേതാവെന്ന് പറയാൻ പറ്റും. രാഹുൽ ഗാന്ധി. എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി? അവരുടെ അങ്ങനെയല്ല, അവര് നല്ലൊരു ഭരണമായിരുന്നു, അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി. നരേന്ദ്രമോദി മര്യാദക്ക് ഭരിക്കുന്നില്ലെന്നാണ്? ഭരിക്കുന്നുണ്ട്, എന്നാലും ആ ഒരു ഡിഫറൻസ് കാണുമല്ല, അതാണ്. രാഹുൽ ഗാന്ധി ഓർ നരേന്ദ്രമോദി? രാഹുൽ ഗാന്ധി. എന്തുകൊണ്ട്? നല്ല മനുഷ്യനാണ് പുള്ളി. ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ, ഞങ്ങളെ ഇവിടെ ഒന്നിച്ച് കൊച്ചിയിൽ പുള്ളി നല്ല കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് എൻ്റെ അറിവിൽ.